അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കക്ക തോരനാണ്. അപ്പോൾ അതിനുള്ള കക്കയൊക്കെ നമ്മൾ കഴുകി അത് പുഴുങ്ങാൻ വെച്ചേക്കുവാണ്. അതിന് ഒരു 20-25 മിനിറ്റ് എടുക്കും ഒന്ന് പുഴുങ്ങി വരാനായിട്ട്. അത് പുഴുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കത് മറ്റേ ചിക്കിയൊക്കെ എടുത്ത് പരിപാടിയുണ്ട്. അപ്പം ഇത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് വരുന്ന എല്ലാവർക്കും മണ്ണായത് പേസ്റ്റ് തോടവിടെയും മണ്ണിവിടെ ഇടല്ലേ. അപ്പോൾ നമ്മുടെ അവിടെ കക്കയൊക്കെ തുളിച്ച് കഴിഞ്ഞു. വേണ്ട തുളിച്ച് നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളതൊന്നും ഒന്നുകൂടെ കൈ വരുത്താം. സൂര്യ തേങ്ങ മോനെ അവനെ എളുപ്പമുണ്ടത്. കൊച്ചുള്ളി, പച്ചമുളക്, അയ്യോ കത്തിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത്? ഐറ്റം എന്തൊക്കെയാന്ന് വെച്ചാൽ പച്ചമുളക്, കൊച്ചുള്ളി, സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി. നമ്മളിപ്പോ ഏത് കറിയുടെ കൊച്ചുള്ളിയാണ് ടേസ്റ്റ്. അതുകൊണ്ട് കൊച്ചുള്ളി ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. സവാളയും ടേസ്റ്റ് ആണ്. നല്ലോണം നല്ല ബ്രൗൺ കളറിലാവണം. നമ്മുടെ ഈ ഉള്ളി ഐറ്റംസ് എല്ലാം നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. ഒരു ബന്ധു കേട്ടോ. ചില്ലി പൗഡർ ഓക്കെ. പോയി 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂൺ. ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റി സാധനമായിരിക്കും. അപ്പം നല്ല ജീരകം പൊടിച്ചത്. നല്ല സ്വഭാവമാണ്, മനുഷ്യനാണ്. നല്ല ജീരകം പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചത്. എന്തൊരു ആണുങ്ങൾ പിടിക്കുന്നല്ലോ പിടിക്കണ്ടേ? ഇതെന്ത് ആണികളൊക്കെ ചരുവത്തിന് നോവുന്നതിന് വിടും. നമ്മുടെ വൃത്തിയാക്കി വെച്ചാൽ കക്കയും ഓക്കെ. കുറച്ച് അതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്. നടുക്ക് ഇങ്ങനത്തെ ആക്കട്ടെ. നടുക്ക് ഇത് നമ്മൾ ഏകദേശം നമ്മുടെ കക്ക നല്ല റോസ്റ്റ് മീൻസ് പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഇച്ചിരി ഗ്രേവി, ചെറിയൊരു ഗ്രേവി സെറ്റപ്പ് ചെയ്യാൻ പോവുക. മിറ്റത്തോളാണേ. ചെറുക്ക് എന്തു കാണിക്കുന്നേ? ഇരട്ടി എടുക്കുകയാണെങ്കിൽ ഇരട്ടി നേരത്തെ എന്നെ പൊടി ഉള്ളിത്തൊലി പറഞ്ഞു. അല്ല മറ്റേ കണല് 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 കണല്
കക്ക റോസ്റ്റ് സെറ്റായി വരികയാണ്. ലാസ്റ്റ് ഐറ്റം കുരുമുളക് പൊടി. നല്ല എരിവുള്ള ഐറ്റം കേട്ടോ ഇത്. എല്ലാം ഉണ്ട്. കറിവേപ്പില കൂടെ ഇട്ട് ഈ സാധനം മറച്ചു വയ്ക്കാം. വലിയ മുതിനെ വിട്ടിട്ടുണ്ട്. അവിടെ നോട്ട് ഞാൻ കിട്ടാല്ല കേട്ടോ. ചെവിട്ടെ പിടിച്ചോ നീയാ മണ്ടം. അപ്പൊ ഞങ്ങൾ നമ്മുടെ നാടെ കക്ക റോസ്റ്റ് സംഭവം സെറ്റാണ്. നല്ല ഷാപ്പിലെ കക്ക റോസ്റ്റ് ആണ്. നീ കഴിച്ചിട്ടുണ്ടോ ഷാപ്പിലെ കക്ക റോസ്റ്റ്? അത് പോരാണ്, എനിക്കറിയില്ല. ഞാനും പോയിട്ടില്ല ഷാപ്പിക്ക്. കക്കറോസ്റ്റ് കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വഞ്ചുക്കുട്ടി ഉത്സവത്തിന് കാവിലേക്ക് കള്ളു വാങ്ങിയ മുഖന്മാർ രണ്ടിനെ ഞങ്ങൾ അവിടെ ചേർന്നു. അപ്പൂപ്പന് വാങ്ങിക്കാനോ? ഞങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങളെ കണ്ടത് നമ്മളെ ഷാപ്പിൽ നിങ്ങളുടെ അപ്പൂപ്പന്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ടേസ്റ്റ് ഇല്ലേ? അപ്പൂപ്പന് വാങ്ങിക്കാൻ പോയപ്പോ കിട്ടിയ ആ അപ്പൂപ്പന് വാങ്ങിക്കാൻ പോയപ്പോ കിട്ടിയ ഒരു രക്ഷയില്ല, മണം. ഓക്കെ, അപ്പൊ നല്ല സ്വയംഭൻ സാധനമാണ്. നമ്മളെ രുചിച്ച് നോക്കി. അപ്പം നമുക്കിത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അതിന്റെ റെസിപ്പി ഫുള്ള് കാണണം. ക്ഷമയില്ല. നൈസാണ്. സ്ലോ കുക്കിംഗ് അല്ലേ? ലോ കുക്കിംഗ്. റിസൾട്ട് പക്ക. ഇനി വില്ലേജ് നടക്കും. നമ്മുടെ കക്ക റോസ്റ്റ് കണ്ട് നല്ല കരിയാപ്പിലയും നൈസായിട്ട് എന്നിട്ട് നല്ല നാടൻ കടുമാങ്ങ അച്ചാറ്. ഇങ്ങനെ നല്ല വാട്ടി വാഴയിലേക്കകത്ത് എല്ലാവരും ആ പരിപാടി ഇല്ല നേരത്തെ നമുക്ക് എല്ലാവർക്കും ഇനി തുടങ്ങാം അല്ലേ? സ്റ്റാർട്ടിങ് ഇത് മാത്രമായിട്ട് കഴിച്ചോക്കെ. കടുമാങ്ങ മാത്രമായിട്ട് കൂട്ടി കഴിച്ചോക്കെ. അമലേ അല്ലേ? ഈ കടുമാങ്ങ ഇച്ചിരി കൊണ്ടെടുക്കട്ടെ. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം കണ്ട് ചോറിലൊന്നും ഉണ്ടാണ്ട് ഇത്രയും അങ്ങോട്ട് എടുത്തിട്ട് എടുക്കുക. ഓ ഇങ്ങനെ പച്ചയ്ക്ക് കണ്ട മീൻസ് പച്ചയല്ല ചോറില്ല. നമ്മൾ ക്യാമറയ്ക്കകത്തുണ്ട്, നമ്മൾ എടുക്കുക. നമുക്ക് ഇച്ചിരി കക്ക, ഒരു കുഞ്ഞ് കറിവേപ്പില എടുത്ത് മാങ്ങയൊക്കെ അതെടുത്ത് മിക്സ് ആക്കിയിട്ട് ഒരിളക്ക്, ഒരു കുഴ ഒരടി. ആ ചൂട് ചോറും സൂപ്പർ സാധനം കേട്ടോ. തമാശ. നമുക്കിനി നമ്മുടെ കുറച്ച് രസം ഒഴിക്കാം. നമ്മുടെ വീട്ടിലെ രസമാണ്. നല്ല സൂപ്പർ രസമാണ്. കാരണം അവിടെ ഇരുന്നപ്പോ തന്നെ മണം അടിക്കാൻ രസത്തിന്റെ. ഞങ്ങളുടെ രസം ഉണ്ടാക്കിയ ആള് ചോദിക്കുന്നു. രസം ഉണ്ടാക്കിയ ആളോ? അമ്മ രസം ഉണ്ടാക്കി നോക്കിയാ അച്ചാറും റോസ്റ്റൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അച്ചാറിന്റെ ചാറൊക്കെ അച്ചാർ മൊത്തം അടിച്ചു നോക്കി. ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ തനി ലോക്കലായിട്ട് തന്നെ ഇത് കഴിക്കണം. അതാണ് എൻ്റെ ഒരു സാധനം. ഇങ്ങോട്ട് പിടിച്ചാട്ടെ ഒരു ഉണ്ട എടുക്കുക. ഞാനെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുള്ള ഐറ്റം തന്നെ. എന്നാലും നമ്മൾ എല്ലാ വീഡിയോസിനും പറയുന്ന മാതിരി അതെ കൂട്ടുകാർ കൂടി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്ര അല്ലേ? അപ്പം ഇതിലും കൂടി ഒരു വീഡിയോ ആയിട്ട് വരുന്ന മറ്റെല്ലാവർക്കും